എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവെ തീ കത്തിക്കാൻ. ഭൂതലത്തിൽ അന്ധകാരം നീക്കാൻ, സ്വർഗീയ വാമഗ്നി കത്തിച്ചോനെ. തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവെ തീ കത്തിക്കാൻ. പണ്ടൊരു കാലത്തിൽ മോശ കണ്ട ഉൾപ്പടർത്തിനുള്ളിൽ കത്തിയൊരു തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവെ തീ കത്തിക്കാൻ. മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന്ന ശുദ്ധിയെ നീക്കിടുവാൻ. തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവെ തീ കത്തിക്കാൻ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഇന്നിവിടെ സാക്ഷിയായി നിൽക്കുന്നത് ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിക്ക് വേണ്ടിയാണ്. ആദ്യം ഒരു കുഞ്ഞുണ്ട്. രണ്ടാമതൊരു കുഞ്ഞിനായിട്ട് ഏകദേശം 10 വർഷത്തോളം കാലം ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ലഭിച്ചില്ല. പക്ഷെ ഇവിടുത്തെ സെക്കൻഡ് സെറ്റ് ആരാധനയിൽ പങ്കെടുക്കവേ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ശാന്ത സുന്ദർ സിംഗ് അവർ തലമുറകളില്ലാതിരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ സമയം ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ദാസി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിറ്റേ ദിവസം തന്നെ ഞാൻ ഗർഭിണിയാവുകയും എനിക്കൊരു മകളെ തന്ന് അനുഗ്രഹിച്ചു. ഇത്രയും ചെയ്ത് അത്ഭുതം ചെയ്ത് അദ്ദേഹത്തിന് കോടാനുകോടി നന്ദി. ദൈവത്തെ സ്തുതിക്കാം. അവൻ നല്ലവനല്ലോ. He is good. നമ്മുടെ ദൈവം നല്ലവനല്ലോ. വാ തുറന്ന് ദൈവത്തെ സ്തുതിപ്പേൻ. എല്ലാവരും 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 കാഴ്ചക്കാരായി നിൽക്കരുതേ. ഹല്ലേലൂയ. സ്തുതിപ്പേൻ, ദൈവത്തെ സ്തുതിപ്പേൻ. എല്ലാവരും അഗ്നി വ്യാപരിക്കുന്നേ, അഗ്നി വ്യാപരിക്കുന്നേ. എല്ലാവരിലും ദൈവശക്തി, ദൈവശക്തി. വാ തുറന്നാട്ടെ. റഗാലദന്ധനദബ ഉറാബറശാലദനന്ധനദബ. കൃപ കൃപ കൃപ. ആരാധിപ്പേ. കൈകളെ ഉയർത്തി കൈകളെ തട്ടി. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ. ആർത്ത് നിലവിളിക്കുക, അടങ്ങി നിൽക്കരുത് നീ. Yes, this is the time of your blessing. ഇത് നിന്റെ അനുഗ്രഹത്തിന്റെ നാഴികയാണ്. എല്ലാരിലും ആനന്ദ നടി, ആനന്ദ നടി, ആനന്ദ നടി, ആനന്ദ നടി. ആമേൻ. കൊച്ചുകുട്ടികൾ, ചെറുപ്പക്കാർ, അമ്മമാർ, പിതാക്കന്മാർ എല്ലാവരും ഒരുപോലെ. ആമേൻ. രക്ഷ നേടുവാൻ, മോക്ഷം പ്രാപിപ്പാൻ, സത്യമാർഗം അന്വേഷിപ്പോനേ. രക്ഷ നേടുവാൻ, മോക്ഷം പ്രാപിപ്പാൻ, സത്യമാർഗം അന്വേഷിപ്പോനേ.
സത്യ വഴിയോ വാണ്ടിലുമായ യേശുരാജൻ പാദം ചുംബിക്കാൻ സത്യ വാ തുറന്ന് എല്ലാവരും കൈകളെ ഉയർത്തി കൈകളെ തട്ടി ശബ്ദമായി സ്വർഗം താണിറങ്ങി വരുന്നു. ഐ ആം നോട്ട് ലൈയിങ്. ഞാൻ കള്ളം പറയുന്നില്ല. അഭിഷേക തീ ദൈവ പൈതലേ നിന്റെ ഹൃദയത്തിൽ കവിഞ്ഞ് ഒഴുകുവാൻ തക്കവണ്ണം, നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുവാൻ തക്കവണ്ണം അഭിഷേക ശക്തി നിന്റെ ഉള്ളിൽ അടങ്ങി നിൽക്കരുത്. ആർപ്പിടുക, അടങ്ങി നിൽക്കരുത്. ഓ ജീസസ്, നന്ദി. പാപമൃത്യു ശാപ ഘോരവിടയാൽ മനമുരുകു മധ്യസിഗീട. പാപമൃത്യു ശാപ ഘോരവിടയാൽ മനമുരുകു മധ്യസിഗീട. അധ്വാനിക്കുന്നോ ഭാരം ഭാഗിപ്പോ യേശുവിന്റെ പാട് ചേരുക. അധ്വാനിക്കുന്നു. ആമേൻ. പവർ, ദൈവശക്തി നിന്റെ മേൽ. നന്ദി രാജാ. മൈ മാസ്റ്റർ, യു ആർ ഹിയർ. എന്റെ യജമാനനെ, അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കുവാൻ അങ്ങയുടെ പൂർണ്ണ രാജരീകത്തോട് കടന്നു വന്നിരിക്കാൻ സ്തോത്രം. മൈ ലോർഡ്, ടച്ച് ആൻഡ് ബ്ലസ് എവരിവൺ. തൊട്ട് സർവരെയും അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങ് സംസാരിക്കണം. ഞങ്ങൾ കേൾക്കുന്നു. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. എല്ലാവർക്കും ഇരിക്കാം. ഉൽപ്പത്തി 50 20 വചനം. ആദിയാഗമം 50 അധ്യായം 20 വചനം. Genesis chapter 50 verse 20. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ആമേൻ. ഹല്ലേലൂയ. As for you, Joseph's statement, as for you, you meant evil against me, but God meant it for good. ദൈവമനുഷ്യൻ ജോസഫിന്റെ വാക്കുകളാണ്. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ അതിനെ ഗുണമാക്കി തീർത്ത്. ആമേൻ. ഹല്ലേലൂയ. நீங்கள் எனக்கு நேராக தீமை நினைத்தீர்கள், தேவனோ அதை நன்மையாக முடிய பண்ணினார். You meant it for evil, but God meant it for good. പഴയ നിയമഭാഗത്ത്
ഒരു മാതൃകാ പുരുഷനായി ദൈവസന്നിധിയിൽ ശോഭിച്ചു നിൽക്കുന്ന ദൈവഭക്തൻ ജോസഫിന്റെ വാക്കുകളാണ്. തന്റെ സഹോദരന്മാർ 11 പേർ മുമ്പിൽ നിൽക്കെ അന്യ രാജ്യത്തിന്റെ ഗവർണറായി ഉയർന്നു നിൽക്കുന്ന ദൈവഭക്തൻ ജോസഫിന്റെ വാക്കുകൾ, സഹോദരന്മാരെ, നിങ്ങൾ ചെയ്തത്, നിങ്ങൾ പദ്ധതി ഒരുക്കിയത്, നിങ്ങൾ സംസാരിച്ചത്, നിങ്ങൾ ഇടപാടുകൾ നടത്തിയത്, നിങ്ങൾ സാക്ഷികൾ ഒരുക്കിയത്, നിങ്ങൾ എനിക്കെതിരെ അമ്പുകൾ എയ്തത്, you meant it evil for me, but God meant it for good to me. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ച് സഹോദരന്മാരെ, പക്ഷെ ദൈവമോ, ഞാൻ അനുഗമിക്കുന്ന എന്റെ ദൈവമോ ആ ദോഷമൊക്കെയും എനിക്ക് എന്റെ ദൈവം ഗുണമാക്കി തീർത്ത്. ആമേൻ. ശത്രുവിനെ കണ്ട് ഭയപ്പെട്ട്, ദോഷം കണ്ട് ഭയപ്പെട്ട്, ഭാരമുഖാന്തരം ഇടിഞ്ഞുപോയി ദൈവസന്നിധിയുടെ വിടുതലിന് വേണ്ടി നിലവിളിയോട് എട്ടിരിക്കുന്ന ദൈവജനമേ, ജോസഫ് എന്നുള്ള ദേവഭക്തൻ മുഖാന്തരം സ്വർഗം നിങ്ങളോട് സംസാരിക്കുന്നു. നിന്റെ മുമ്പിൽ പട്ടടിയുമായി നിൽക്കുന്ന സകല ദോഷവും ഗുണമാക്കി തീർക്കുന്ന നല്ല ദൈവം നിന്റെ മുമ്പിലുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആത്മീയ ജീവിതം ഒരു മർമ്മമാണ്. ആമേൻ. സന്തോഷമുള്ളവർ കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. ഇരുന്ന് ഉറങ്ങരുത്, ആരും ഇരുന്ന് ഉറങ്ങരുത്. സ്വർഗം തുറക്കുന്ന ദിവസമാണ്, സമയമാണ്. ആനന്ദ നദി ദൈവമക്കൾ മേൽ ഒഴുകുന്ന നാഴികയാണ്. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും 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 തീ വ്യാപരിക്കുന്ന കെട്ടുകൾ പൊട്ടുന്നതാ. ആമേൻ. നിങ്ങൾ എന്റെ നേരെ സഹോദരന്മാരെ ദോഷം വിചാരിച്ച് ദൈവമോ അതെല്ലാം കണക്കെടുത്ത് അതിന് ഗുണമാക്കി തീർത്ത്. ആത്മീയ ജീവിതം പ്രിയമുള്ളവരെ ഒരു മർമ്മമാണ്. ആമേൻ. പ്രത്യേകിച്ചും ക്രിസ്തുവിന് കീഴടങ്ങിയുള്ള ജീവിതം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അനുഗ്രഹം നിറഞ്ഞതാണ്. ആദ്യം അല്പം കയ്പ് വരുന്നത് പോലെ തോന്നും. നീ ഉറച്ചു നിന്നാൽ അവസാനം ക്രിസ്തീയ ജീവിതം, ക്രിസ്തുവിലുള്ള ജീവിതം അതിമധുരമാണ്. യോബുവിൻ പുസ്തകം 14 അധ്യായം 1 വചനത്തിലെ 1 പത്രോസ് 2 അധ്യായം 20 വചനത്തിലെ സങ്കീർത്തനങ്ങൾ പുസ്തകം 107 17 സങ്കീർത്തനം 91 15 ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1 അധ്യായം 29 സഭാപ്രസംഗി 8:14 സഭാപ്രസംഗി 9:2-9:4 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഭൂമിയില് ജനിച്ചു വീണ മനുഷ്യന്റെ ജീവിതത്തിൽ മരിക്കുന്ന നാൾ വരെ കഷ്ടത ഉണ്ട്. കഷ്ടത 2 തരത്തിലാണ്. ഒന്ന്, നീ ചെയ്യുന്ന തിന്മ കൊണ്ടുവരുന്ന കഷ്ടത. 2, നീ പ്രവർത്തിക്കുന്ന നന്മ മുഖാന്തരം നിന്റെ മേൽ ആഞ്ഞടിക്കുന്ന കഷ്ടത. നന്മ ചെയ്താൽ കഷ്ടത, തിന്മ ചെയ്താൽ കഷ്ടത. അത് ദൈവം തന്നെ വച്ചതാകുന്ന ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ വേണ്ടി മാത്രമല്ല, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും സ്വർഗം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന നിനക്ക് വരം തന്നിരിക്കുന്നു.
ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ള എല്ലാവർക്കും ലോകം തരുന്ന സമ്മാനം ഉപദ്രവമാണ്. പ്രിയമുള്ളവരെ, ഈ കഷ്ടത രുചിച്ചറിഞ്ഞ് ദൈവത്തിൽ അടിയുറച്ചു നിന്ന് തന്റെ ജീവിതത്തിന്റെ പിൻഭാഗം അതിഭയങ്കരമായി അനുഗ്രഹിക്കപ്പെട്ട ദേവഭക്തൻ യോബിന്റെ സാക്ഷ്യം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന. യോബ് 5:6 അനർത്ഥം ഉത്ഭവിക്കുന്നത് ഭൂമിയിൽ നിന്നല്ല, കഷ്ടത മുളയ്ക്കുന്നത് നിലത്തു നിന്നുമല്ല. തീപ്പൊറി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. In short, the Bible says, behind every affliction there is a reason. നീയും ഞാനും അനുഭവിക്കുന്ന ഓരോ കഷ്ടതയുടെ പുറകിലും ഒരു കാരണമുണ്ട്. കഷ്ടത താനേ വരുന്നതല്ല, കഷ്ടതയ്ക്ക് കാരണമുണ്ട്. നീ ഉറച്ചു നിന്നാൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, നിന്റെ ജീവിതം, ക്രിസ്തുവുള്ള ജീവിതം അനുഗ്രഹം നിറഞ്ഞതാണ്. ഇവിടെ വേദനയില്ലാത്ത സമ്പത്ത്. രണ്ടാമത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സർവ ആത്മീയ അനുഗ്രഹങ്ങളും സടിസവാക്യം 10:22 പ്രകാരം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:3 പ്രകാരം നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറയ്ക്കും തന്ന് നിന്നെ മാനിച്ച് അനുഗ്രഹിച്ച് വയ്ക്കുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ പദ്ധതി ഉണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കഷ്ടത 5 അവസ്ഥകളിൽ ആഞ്ഞടിക്കുന്ന യാക്കോബ് ലേഖനം 1-ാം അധ്യായം 12-ാം വചനത്തിൻ പ്രകാരം, സടിസവാക്യം 3-ാം അധ്യായം 11 പ്രകാരം, സടിസവാക്യം 24-ാം അധ്യായം 16 പ്രകാരം, സങ്കീർത്തനം 34:21 പ്രകാരം, സങ്കീർത്തനം 91:10 പ്രകാരം, സങ്കീർത്തനം 94:13 പ്രകാരം, സങ്കീർത്തനം 73:27 പ്രകാരം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ശാസന, ശിക്ഷ, ശോധന, അനർത്ഥം, നാശം. ശ്രദ്ധിപ്പിൻ ദൈവജനം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ദുഃഖം, കഷ്ടത മുഖാന്തരം ദുഃഖം വരുന്ന ഒരുത്തന്റെ ജീവിതത്തിൽ വരുന്ന കഷ്ടത 5 അവസ്ഥകളിൽ ഉണ്ടാകുന്ന. 1 അനർത്ഥം, 2 നാശം, 3 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ശാസന, 4 ശോധന, 5 ശിക്ഷ. ദൈവ പൈതലേ, അനർത്ഥമും നാശമും ദൈവജനത്തിന്റെ പടിവാതിൽക്കൽ പോലും വരികയേയില്ല. ബൈബിൾ വളരെ ക്ലിയർ ആണ്. സങ്കീർത്തനം 34:21 അനർത്ഥം ദുഷ്ടനെ കൊല്ലും. അത് ദൈവമക്കൾക്കുള്ളതല്ല. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സങ്കീർത്തനം 34:21, സങ്കീർത്തനം 73:27 നീ ദൈവ സന്നിധി വിട്ട് അകന്നിരുന്നാൽ നിനക്ക് നാശം വരും. ആമേൻ. പക്ഷെ ദൈവ സന്നിധിയിൽ നിന്ന് ദൈവമക്കൾക്ക് വരുന്നതോ ശാസന, ശിക്ഷ, ശോധന. ഈ 3 അവസ്ഥകളും ദൈവജനത്തിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത് നിന്നെ തകർത്തിട്ട് ഇരുന്ന് ദൈവം സന്തോഷിക്കുവാനല്ല, നിന്നെ ദൈവസ്ഥലിൽ ഉറപ്പിച്ച് നിർത്തി നിന്റെ മുമ്പിൽ ദൈവം വച്ചിരിക്കുന്ന പ്രത്യാശയെ നീ കാണാൻ വേണ്ടിയാണ്. ഈ വസ്തുത റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 3-ാം വചനത്തില് വളരെ വ്യക്തമായി ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. നീ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവ പൈതല്
ക്രിസ്തുവിൽ അടിയുറച്ച് നിൽക്കുന്ന ദൈവ പൈതലേ, നീ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ നിന്റെ മുമ്പിൽ ദൈവം ഒരു വലിയ അനുഗ്രഹം വെച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് ഹോപ്പ്. പൗലോസ് എഴുതുന്നു റോമർ 5:3 നിന്റെ മുമ്പിൽ പ്രത്യാശ ഉണ്ട്. ആമേൻ. ദേവഭക്തൻ ജോസഫിന്റെ ഭാഷയിൽ അത് ഗുണമാണ്, ഗുണം. ആമേൻ. ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന സർവദോഷവും ഗുണമാക്കി തീർക്കുന്ന ദൈവം. പോരാ പോരാ. എല്ലാവരും കൈകളെ ഉയർത്തി കൈകളെ തട്ടി ആമേൻ. നീ അഭിമുഖീകരിക്കുന്ന സകല ദോഷവും ഗുണമാക്കി തീർക്കുന്ന നല്ല ദൈവം നിന്റെ മുമ്പിൽ ഉണ്ട്. ആമേൻ, ആമേൻ. ഒരു കാര്യം നീ ഓർക്കുക, സ്വർഗത്തിലെ നിത്യമായി വാഴുന്ന ഒരു ദൈവമുണ്ട് നിനക്ക് വേണ്ടി. ആമേൻ. മൈ ഗാഡ് റെയിനത്ത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാം വചനത്തിലെ ലേഖനകർത്താവ് എഴുതുന്ന ദൈവമുണ്ട്. ആമേൻ. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്ന ഒരു സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ, സർവത്തിന് നിർമ്മിതാവായ, സദാ ജീവിച്ചിരിക്കുന്ന, ഭയങ്കരനായ, ദഹിപ്പിക്കുന്ന അഗ്നിയായ, നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന പ്രത്യാശയെ നിനക്ക് നൽകുവാൻ ശക്തനായ ദൈവമുണ്ട്. അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം, അന്വേഷിക്കാത്തവർക്ക് പ്രതികാരം. ആമേൻ. In one side reward for godly generation, and in another side the Bible records revenge for ungodly people. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്ന ദൈവം, അന്വേഷിക്കാത്ത മൂടന് ഇവൻ പ്രതികാരിയാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ആകയാൽ ഗലാത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 7-ാം വചനത്തിൻ പ്രകാരം, റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 6-ാം വചനത്തിൻ പ്രകാരം, യോബുവിൻ പുസ്തകം 4-ാം അധ്യായം 8-ാം വചനത്തിൻ പ്രകാരം, 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10 പ്രകാരം, 2 കൊരിന്ത്യർ 11-ാം അധ്യായം 15 പ്രകാരം അവനവൻ ചെയ്യുന്ന സർവത്തിനും നിശ്ചയമായി പകരം ഒരു നാൾ കിട്ടും. ആമേൻ. ഒന്നെങ്കിൽ പ്രതിഫലം, അല്ലെങ്കിൽ പ്രതികാരം. ദൈവഭക്തന് പ്രതിഫലം, ദുഷ്ടന് പ്രതികാരം ഇട്ടുന്ന ദൈവം. ആകയാൽ നീതിമാനോട് ദൈവം സംസാരിക്കുന്ന ജെരേമിയ 31:17 നിന്റെ ഭാവിയെ കുറിച്ച് ദൈവ പൈതലേ നിനക്ക് പ്രത്യാശ ഉണ്ട്. ആമേൻ. There is still hope on your future. തളർന്നു പോകരുത്, നീ ധൈര്യം പ്രാപിക്കുക. There is hope on your future. Your hope shall not be cut off. നിന്റെ പ്രത്യാശ ഏക സത്യ ദൈവം ക്രിസ്തുവിൽ അർപ്പിച്ചിരിക്കുന്ന പ്രത്യാശ ഒരിക്കലും ഛേദപ്പെട്ടു പോവുകയില്ല. ആകയാൽ പ്രത്യാശ വച്ചുകൊള്ളുക. Have hope on your future. സങ്കീർത്തനം നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു. 121-ാം സങ്കീർത്തനം 5, 6, 7 വചനങ്ങളിലെ യഹോവ നിന്റെ പരിപാലകൻ. ആമേൻ. യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രൻ എങ്കിലും നിന്നെ ബാധിക്കുകയില്ല. ആമേൻ. യഹോവ ഒരു ദോഷം തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും.
വാ തുറക്കാമോ? കൈകളെ ഉയർത്താമോ? സങ്കീർത്തനക്കാരനോടൊപ്പം ഈ വചനം ചേർന്ന് പറയാമോ? യഹോവ പോരാ, യഹോവ ഒരു ദോഷവും തട്ടാതവണ്ണം എന്നെയും എന്റെ കുടുംബത്തെയും പരിപാലിക്കും. ആമേൻ. ഇനിയും പറയാൻ ഇത്തിരി പേരുണ്ട്. യഹോവ ഒരു ദോഷവും തട്ടാതവണ്ണം എന്നെയും എന്റെ കുടുംബത്തെയും പരിപാലിക്കും. ഹല്ലേലൂയ. അതാണ് ദേവഭക്തൻ ജോസഫ് സാക്ഷി പറയുന്നത്. എന്റെ സഹോദരന്മാരെ, നിങ്ങളുടെ പദ്ധതിയും നിങ്ങളുടെ പ്രവൃത്തിയും എനിക്കെതിരായി, പക്ഷെ അതൊക്കെയും എന്റെ ദൈവം എനിക്ക് ഗുണമാക്കി തീർത്ത്. അതേ ദൈവം നമുക്കുണ്ട്. മൈ ഗാഡ് ഡസ് നോട്ട് ചേഞ്ച് അറ്റ് ആൾ. അവൻ ഒരിക്കലും മാറുന്നില്ല. പക്ഷെ ജോസഫ്